ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഇന്നും പറയാൻ ഇവിടെ സാധനങ്ങൾക്ക് യാതൊരു ഷോർട്ടേജും ഇല്ല, എല്ലാം അവൈലബിളാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ വളരെ വിശാല ഹൃദയരാണ്. അവർ പറഞ്ഞു ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം അവൈലബിൾ ആക്കേണ്ട ചുമതല ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കാണ്. ഒരു വ്യത്യാസം ഇവിടുത്തെ നാഷണൽസും നോൺ നാഷണൽസിനും പാടില്ല. ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങൾ കൊണ്ടുവരുന്നു, വിൽക്കുന്നു. ഇവിടെ ജീവിക്കുന്നത് 4 മില്യൺ ഇന്ത്യക്കാരുണ്ട്. എൻ്റെ സഹോദരന്മാരും സഹോദരികളുമായ മലയാളികളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം ടൈമിന് എത്തണ്ട. ഒരു മനുഷ്യന് എന്തുണ്ടായാലും ഭക്ഷണം എന്ത് ചെയ്യാൻ പറ്റും? UAE വിപണികളിൽ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയും വിലസ്ഥിരതയും വിലയിരുത്തുന്നതിനായി UAE സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽ മറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഷാർജ സെൻട്രൽ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ സ്റ്റോക്കും വിതരണ ശൃംഖലയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം നേരിട്ട് വിലയിരുത്തി. ലുലുവിലെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കൃത്യമായ ലഭ്യതയിലും വിലസ്ഥിരതയിലും ചെയർമാൻ MA യൂസഫലിയെ മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽ മറി സംതൃപ്തി അറിയിച്ചു. വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ലഭ്യത ഉറപ്പാക്കാൻ ലുലു സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് MA യൂസഫലി മന്ത്രിയോട് വ്യക്തമാക്കി. ആഗോള വിപണികളിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളിലടക്കം അവശ്യ സാധനങ്ങൾ എത്തിച്ച് കൃത്യമായ വിതരണവും വിലസ്ഥിരതയും ലുലു ഉറപ്പാക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉന്നതതല സംഘത്തെ അറിയിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഇന്നും പറയാൻ ഇവിടെ സാധനങ്ങൾക്ക് യാതൊരു ഷോർട്ടേജും ഇല്ല, എല്ലാം അവൈലബിളാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായത് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ്, ചിൽഡ് പ്രൊഡക്റ്റ്, അതൊക്കെ ഇപ്പോൾ അവൈലബിളാണ്. അതുകൂടാതെ റൈസ്, ടീ, ഷുഗർ, കമ്മോഡിറ്റി ഐറ്റംസ് അവൈലബിളാണ്. അതുകൂടാതെ പ്രൈസ് ഇൻക്രീസ് ഇല്ല. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞത് അതുതന്നെ. ഞങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിച്ച് 100+ ഫ്ലൈറ്റ്സ്, ചാർട്ടർ ഫ്ലൈറ്റ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നു. ഇപ്പോൾ സ്പെയിനിലെ വന്നു, ഇറ്റാലിയിലെ വരുന്നു, അമേരിക്കയിൽ നിന്ന് വരുന്നു. അതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഫാർ ഈസ്റ്റിലും ഞങ്ങളുടെ 21 രാജ്യങ്ങളിലുള്ള ഈ ലോജിസ്റ്റിക് പ്രൊക്യൂർമെൻറ്റ് സെൻറ്റേഴ്സ് അവിടെ നിന്നാണ് കൂടുതൽ ഞങ്ങൾ സാധനം വരുന്നത്. ആയതുകൊണ്ട് ഒരു ഷോർട്ടേജും ഇല്ല. ആൾക്കാർ ഒരു പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഭരണാധികാരികൾ വളരെ വിശാല ഹൃദയരാണ്. അവർ പറഞ്ഞു ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം അവൈലബിൾ ആക്കേണ്ട ചുമതല ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കാണ്. ഒരു വ്യത്യാസം ഇവിടുത്തെ നാഷണൽസും നോൺ നാഷണൽസിനും പാടില്ല. ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങൾ കൊണ്ടുവരുന്നു, വിൽക്കുന്നു. ഇവിടുത്തെ ഇൻക്ലൂഡിങ് ബോർഡർ സ്ഥലങ്ങൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സില, അതുപോലെ കൽബ, അതുപോലെ ഗലീല, കുർഫഖാൻ, അങ്ങനത്തെ UAE ബോർഡർ സ്ഥലങ്ങളുണ്ട്. തന്നെയല്ല ഇവിടെ ജീവിക്കുന്നത് 4 മില്യൺ ഇന്ത്യക്കാരുണ്ട്. എൻ്റെ സഹോദരന്മാരും സഹോദരികളുമായ മലയാളികളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം ടൈമിന് എത്തണ്ട. ഒരു മനുഷ്യന് എന്തുണ്ടായാലും ഭക്ഷണം എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യം, ഈ GCC രാജ്യങ്ങളൊക്കെ നമ്മളോട് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും അതുപോലെ അടുപ്പത്തോടും കൂടിയാണ് പെരുമാറുന്നത്. അതാണ് പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടില്ലേ. ഇവിടെ ജീവിക്കുന്നവർ മുഴുവൻ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ്. അവർക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുതന്നെയാണ് പ്രസിഡൻറ്റ് പറയുന്നത്. എന്നെ കാണുമ്പോഴും പ്രസിഡൻറ്റ് അതുതന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഷോർട്ടേജ് ഉണ്ടോ, എൻ്റെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതൊന്നും ഇപ്പം ഇല്ല. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഉറപ്പാക്കാൻ ലുലു സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽ മറി അഭിനന്ദിച്ചു. ലുലുവിന്റെ പ്രവർത്തനങ്ങൾക്ക് മന്ത്രാലയം എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകി.